പാട്ട് അത് എത്രത്തോളം സുന്ദരമാണ് എന്നറിയണമെങ്കിൽ ആ പാട്ട് കേൾക്കുക തന്നെ വേണം. അതുപോലെ തന്നെയാണ് ഗായകരും. അവരെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി അവർ പാടിയ പാട്ടുകൾ കേട്ടിട്ടാണ് നമ്മൾ അവരെക്കുറിച്ച് അറിയുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതം, ഗസലുകൾ അങ്ങനെ എല്ലാം കൊണ്ടു നടക്കുന്ന ഒരാൾ. പ്രേക്ഷകരിലേക്ക് പ്രണയവും വിരഹവും ഒരുപോലെ എത്തിക്കുന്ന ഒരു വ്യക്തി ഹരിഹരൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം. നമസ്കാരം. സംഗീതം നിറഞ്ഞു നിന്നൊരു വീട്. വീട്ടിൽ നിന്ന് അമ്മയിൽ നിന്ന് കർണാടക സംഗീതം പഠിക്കുന്നു. പിന്നെ അച്ഛൻ, അങ്ങനെ വീടിൻ്റെ ചുറ്റും സംഗീതം നിറഞ്ഞു നിന്ന ഒരു അന്തരീക്ഷത്തിലാണ് താങ്കൾ വളർന്നത്. സംഗീതം വീട്ടിൽ നിന്ന് അത് കേട്ടറിഞ്ഞ് അതിലൂടെ അങ്ങ് ജീവിക്കുകയായിരുന്നു, അതെയോ സംഗീതം അമ്മയിൽ നിന്ന് കൃത്യമായി പഠിച്ചെടുക്കുകയായിരുന്നു? കേട്ട് അബ്സോർബ് ചെയ്ത് ഓസ്മോസിസില്ലേ, വീട്ടിലെ എപ്പോൾ പാരും സംഗീതമാണ്. സോ ഇറ്റ് ഗോട്ട് ഇൻ ടു മീ. ആൻഡ് ടു ബിക്കം എ മ്യൂസിഷ്യൻ, മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ ആവശ്യമാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിന്ന വയസ്സിൽ നിന്ന്, കൊച്ചു വയസ്സിൽ നിന്ന്. സോ പാട്ട് വന്ന് അതൊരു സ്പെഷ്യൽ അബിലിറ്റി ഇല്ല. നമ്മൾ പഠിക്കും, കളിക്കും, പാടും. അതുപോലെ ഇറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ലൈഫ്. ദാറ്റ് വാസ് മൈ അപ്ബ്രിങ്ങിങ് ബേസിക്കലി. പഠിച്ചിട്ടില്ല അമ്മയിൽ നിന്ന്, അത് ഇരുന്ന് കേട്ട് പഠിച്ചിട്ടുണ്ട്. அப்படிല്ല, പഠിച്ചിട്ടുമുണ്ട്. പഠിക്കുമ്പോൾ വരാതെ അങ്ങനെ മോസ്റ്റ്ലി കേട്ടിട്ട് ജ്ഞാനമില്ലേ, ഒരു മ്യൂസിക്കാലിറ്റി അത് കേട്ടിട്ട് വരും. सामने ये अलग बात है, मेरे पास है, मेरे पास है, तू मेरे पास है, मेरे पास है, तू मेरे पास है, मेरे साथ है, मेरे साथ है, ओ मेरे पास है, मेरे पास है, प्रेयसी। മലയാളം, ഹിന്ദി, തമിഴ് അങ്ങനെ വിവിധ ഭാഷകളിൽ സിനിമാ ഗാനങ്ങൾ, ഒപ്പം തന്നെ പാശ്ചാത്യ സംഗീതം, കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അതിനോടൊപ്പം തന്നെ ഗസലുകൾ ചേർത്ത് വെച്ച് ഗസലുകൾക്കൊപ്പം സഞ്ചരിക്കുന്നു. ഇങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും അവിടെയൊക്കെ ഒരു ഹരിഹരൻ മാജിക്ക് അത് കേൾക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ എല്ലായിടത്തും ഏറ്റവും സുന്ദരമായി, ഏറ്റവും മനോഹരമായി തന്നെ ഹരിഹരൻ്റെ ശബ്ദം അത് പ്ലേസ് ചെയ്യപ്പെടുന്നത്? അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം. എന്നാൽ ഗുരുലോകത്തോട് ഒരു ആശീർവാദം വേണം. അമ്മയുടെ ഉസ്താദ് ഗുലാം മുസ്തഫ ഖാൻ സാബ്, മെഹദി ഹസൻ ഖാൻ, രണ്ടുപേരുടെ ഗുരുവാണ്, 3 ഗുരു. സോ അവരുടെ ഒരു സിൻസിയർ ബ്ലെസ്സിങ്സ് ഉണ്ട് എങ്കിട്ട്. അതോടെ എഫക്റ്റുമാണ് നമ്മൾ പാട്ടിൽ വരും. ആൻഡ് ഓൾസോ என்னுடைய ஒரு பாட்டு ஸ்டைல் டிஃப்ரெண்ட்டாണ്. ஸோ அந்த டிஃப்ரெண்ட் സ്റ്റൈൽ ഗസലിലും കാണാം, ഫിലിം പാട്ടിലും കാണാം. സോ ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് പീപ്പിൾ ലവ്, അല്ലേ? ആൻഡ് പീപ്പിൾ ടു ലവ് യുവർ മ്യൂസിക്, യു വുഡ് ബി ബ്ലെസ്ഡ് ബൈ ഗോഡ്. നമ്മൾ ചെയ്യാം, ബിക്കോസ് ഇതിൽ അബ്സ്ട്രാക്റ്റാണ്. അത് എപ്പടില്ല, ഇത് ചെയർ, ഓ എത്ര നല്ല ചെയർ, അത് ഡിഫറെൻറ്റ്. പാട്ട് അബ്സ്ട്രാക്റ്റാണ്, അത് രൂപം കിടயாது. അത് ടേസ്റ്റ്, ആൾക്കാരെ ടേസ്റ്റ് പോലെ നമ്മൾ പാടും. സോ അപ്പോൾ ആൾക്കാരെ രസിച്ചാലേ അതൊക്കെ മഹത്വമുണ്ട്. രസിക്കാട്ട മഹത്വമില്ല. സോ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. मौत जिंदगी तेरे हाथों में दे दिया रे, हुई रे வந்து என்னோடு கலந்து விடு, உயிரே உயிரே என்னை உன்னோடு
கலந்து விடு நினைவே நினைவே எந்த നെഞ്ചോട് കലந்து വിട് 40 വർഷങ്ങളായി സംഗീതത്തിനൊപ്പമുണ്ട്. പക്ഷേ അന്ന് ആ 77 തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ ഈ ശബ്ദത്തിൽ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ആ ഒരു പ്രണയം, ചെറുപ്പം അതിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്ര വർഷങ്ങൾക്കിപ്പുറവും ഇതുപോലെ അല്ലെങ്കിൽ ആളുകളെ എപ്പോഴും ഹരിഹരനിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു മാജിക്ക് അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്? എല്ലാം ഡിഫറെൻറ്റ് ചേഞ്ചസ് വരുന്നില്ലേ. ഇപ്പോൾ ഒരു 60s 70s there was, I'm talking of Malayalam music, Baburaj, Devarajan Master, all those people. അത് കഴിഞ്ഞിട്ട് then there was a change. Then Raja sir, so many people, and here also who are coming. So every 10 years, 15 years or change varum according to the new generation. That you can't avoid. That is the beauty of life. ഇപ്പോൾ നമ്മൾ താത്ത പോലെ I don't live. My father lived in his style. I'm living in my style. My son will live in a different style. So അതുപോലെ അത് what is music or what is films or what is art? Reflection of your society. So evolve agum, change agum, concept of music changes. That is creation. കർണാടക സംഗീതത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഗസലുകളിലേക്ക് പോകുന്നു. മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണോ ഈ ഒരു സംഗീതത്തിലൂടെയുള്ള യാത്ര? ഇത് സ്റ്റൈലെല്ലാം ഡിഫറെൻ്റ് ആണ്. അതോട് സ്റ്റൈൽ ഡിഫറൻസ് എൻ്റെ സബ്കോൺഷ്യസിലെ മൈ വോയിസ് ചേഞ്ചസ്. സബ്കോൺഷ്യസിൽ, കോൺഷ്യസിൽ, സബ്കോൺഷ്യസിൽ ഇത്ര പാടിയിട്ട് അത് സബ്കോൺഷ്യൽ ഒരു ലെവൽ പോകില്ലേ. സോ ഇറ്റ് ചേഞ്ചസ്. അത് ചേഞ്ച് ചെയ്യാൻ എനിക്കൊരു ഡിഫിക്കൽട്ടി கிடையாது. But the soul has to be totally in every style. I'm the one that's crazy about you, oh, oh, Kaizala. I'm the one that's crazy about you, oh, oh, Kaizala. देख के तुझको दिल ये बोला, तू है शबनम मैं हूँ शोला. So you're going to be totally into it. Hele. काश ऐसा कोई मंजर होता, मेरे कांधे पे तेरा सर होता, काश ऐसा कोई मंजर होता. But इधर mood different, other mood different. Come back as Jesus, come back and save the world, bless all the future of every boy and girl. Come back as Rama, forgive us for what we've done. Come back as Allah, come back for everyone. Krishna ni begane baro. But music is music. എല്ലാം ഒന്നാണ്. അതിൽ ഖുഷിയുണ്ട്, അതിൽ ആടൽ പാടലുണ്ട്, അതിൽ സോൾഫുൾ മ്യൂസിക് ഉണ്ട്, അതിൽ കോമഡി ഉണ്ട്, അതിൽ എനർജി ഉണ്ട്. ഓൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്. ഈ എനർജി തന്നെയായിരുന്നു കൊളോണിയൽ കസിൻസിൽ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുമായിട്ടുള്ള ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ്? കൊളോണിയൽ കസിൻസും ആ സ്റ്റേജിലും അത്രയധികം ആളുകൾ ഏറ്റെടുത്ത ഒരു കാരണമാണ് വെസ്റ്റേൺ മ്യൂസിക്കിനോട് ചേർത്ത് വെച്ചത്. അത് ഇപ്പോൾ പാടിയതല്ലേ. I was born in Bombay. I was exposed to Carnatic music at home. Cut to when I go to school, I was singing Western music, Don Bosco. So and the chinna vayasiliye that fusion was happening. You understand what I'm saying? Adukku chamikilla. We didn't work specially for that. Because it was already there. Your Bombay is a melting pot. All different cultures are there. And when you get exposed to different cultures, അത് assimilate ആകും. നമ്മൾ subconsciously assimilate ആകും. So അത് എവിടുന്നോ വരും അത് when you are doing fusion. मस्ती की रात में अपना तुमको बना लो. उठने लगे हैं तूफान क्यों मेरे सीने में ऐसा बिछाऊंगा दिलों जान से मेरी जाने जा तेरी कसम. ये
खुशी मिल गई मेरे जाने जा ഈ പറഞ്ഞതുപോലെ തന്നെ മകനും സംഗീതത്തിലേക്ക് വരുന്നു. എക്കണോമിക്സിൽ ബിരുദം കഴിഞ്ഞ് സംഗീതത്തിൻ്റെ വഴിയിലേക്ക് മോനെത്തിയിരിക്കുകയാണ്. എന്താ തോന്നുന്നത്? മകൻ തിരഞ്ഞെടുത്തൊരു വഴിയാണോ അതെയോ അച്ഛൻ്റെ ഒരു സ്വാധീനം ആ സംഗീത വഴിയിലുണ്ടായിരുന്നു? He's doing a Polish film now. He's doing music for a Polish film. അതിൽ classical elements, Hindi elements and EDM music, trance music അത് ഫ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. ആദ്യം മകൻ വന്നപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം പാട്ടിനെ ഇത്രയും നാൾ കൊണ്ട് നടന്ന ആളാണ്. മകൻ ആദ്യമായി വന്ന് ഇങ്ങനെ ഒരു രംഗത്തേക്ക് എനിക്ക് ടെൻഷൻ ശരിയാണോ ചൊല്ലിട്ട് അല്ലേ? ബിക്കോസ് ഓഡിയൻസ് ഹാവ് ഗിവൻ മീ സോ മച്ച് ലവ്. அந்த லைவோட கொடுத்தா எங்கள் மகனுக்கு அவன் ஹீல் பி ஹாப்பி. ஸோ அது ஐ ப்ரே that only you can do. അത് അവനും കിടക്കണമേ ചൊല്ലിട്ട് ഒരു പ്രേ பண்ணுം. ഹിന്ദി ചിത്രം ഗമനിലാണ് ആദ്യ സിനിമാ ഗാനം വരുന്നത്. അതിനുശേഷം മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി സിനിമാ ഗാനങ്ങൾ. പിന്നീട് മണിരത്നം, റഹ്മാൻ, ഹരിഹരൻ മാജിക്ക്. 1992 റഹ്മാൻ ഒരു ജിംഗിൾ പാടാൻ വിളിച്ചിട്ടുണ്ട്. സോ ഐ വെൻറ്റ് ദേർ, ഐ സാങ് ആൻഡ് ദെൻ ദെർ വാസ് സം കണക്ഷൻ. ആൻഡ് റഹ്മാൻ he used to listen to my ghazals. ഒരു റിഫ്ലക്ഷൻ ചൊല്ലിട്ട് ഒരു ആൽബം ഉണ്ട്. He loved it. So he got used to my voice and my technique. So as a composer he started thinking for me also. And when we started working, ரொம்ப ஈஸியாக இருந்தது. As if we had worked together for so many years. അതുപോലെ ഒരു feeling. And he's a younger brother to me. So அது நிறைய you know the songs which we did together. So it was a very nice period. Yes, for me, for him, of course. चंदा चंदा रे चंदा रे चंदा रे कभी तो ज़मीं पर बैठेंगे बातें करेंगे तुझको आते इधर लाज आए अगर ओढ़ के आ जा तू बादल गने തമിഴ് ഇത്ര നേരം മണിരത്നം ഒക്കെ പറഞ്ഞതുകൊണ്ടാണ്. അതൊരു പാട്ട് കൂടി കേട്ടാലേ ആ വർത്തമാനം. ഉയിരേ ഉയിരേ வந்து என்னோடு கலந்து விடு உயிரே உயிரே என்னை உன்னோடு கலந்து விடு நினைவே நினைவே எந்த நெஞ்சோடு கலந்து விடு நிலவே நிலவே இந்த விண்ணோடு கலந்து விடு. താങ്ക് യു സോ മച്ച്. ശരിയാണോ എന്നറിയില്ല, താങ്കൾ സയൻസ്, നിയമം ഇതൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കുന്നു, സംഗീതത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നു. ഈ സയൻസ്, നിയമം, സംഗീതം ഈ മൂന്നും തമ്മിൽ എപ്പോഴെങ്കിലും ഒരു ബന്ധം രൂപപ്പെട്ടിട്ടുണ്ടോ? അത് ഈ മൂന്ന് തലങ്ങളിൽ തന്നെ നിൽക്കുന്നതാണോ? ലോ ഒരു സബ്ജക്റ്റ്, മ്യൂസിക് ഒരു സബ്ജക്റ്റ്. I did graduation in science. Yeah, what do you call it? Chemistry and zoology. Yeah. Zoology. എല്ലാം ഡിസെക്ഷനിലാണ് ചെയ്തിട്ടുണ്ട് ഞാൻ. So it's all subjects basically. സംഗീതം, നിയമം, സയൻസ് എല്ലാം കണക്ട്. Because everything builds your personality. Nothing goes waste. Any education, it never goes waste. It helps you. ഹരിഹരൻ്റെ ഒപ്പം എപ്പോഴും മലയാളികളായ ആളുകളുണ്ട് സ്റ്റേജിലുമൊക്കെ. അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സംഗീത പാരമ്പര്യത്തിൻ്റെ ഒപ്പം തന്നെ അവരുടെ കൂടെയും ഉണ്ട്, തങ്ങളുടെ ഒപ്പം ഉണ്ട് യാത്രയിലൊക്കെ. അപ്പം അവരുടെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ, അവരെക്കുറിച്ച്? കേരളയിലെയോ? എൻ്റെ മൈ നേറ്റീവ് പ്ലേസ് ഇസ് ട്രിവാൻഡ്രം. സോ അതൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എനിക്ക്. ആൻഡ് എസ്പെഷ്യലി വെൻ ഐ സ്റ്റാർട്ടഡ് സിംഗിങ് ഇൻ മലയാളം ഐ വാസ് വെരി ഹാപ്പി.
and people gave me so much love. എൻ്റെ ഗസൽസ് ഏതുമായി ഇഷ്ടമായി കേൾക്കുന്ന മലയാളികളാണ് ഇവിടെ ത്രൂ ഔട്ട് കേരള. And also the songs they have given me, I'm very happy. I thank all the music directors with whom I have worked. നമുക്കിപ്പോഴും ഹരിഹരൻ എന്ന പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരുടെ പാട്ടുകൾ കേൾക്കാനാണ് ഏറ്റവും ഇപ്പോഴും കേൾക്കാൻ? Yesudas sir. What a voice, yes, amazing. See, we all got inspired by Yesudas ji because such a senior man, and എത്ര പാട്ട് പാടിയിട്ടുണ്ട്, എത്ര ടൈപ്സ് പാടിയിട്ടുണ്ട്. Very, very, very impressed. I'm very inspired, sorry. Very inspired, yes. പറയാൻ മറം പരിഭവങ്ങൾ വിരഹാർദ്രമാ മിഴികളോർക്കെ സ്മരണകൾ തിരയായി പടരും ജലധിയായി സ്മരണകൾ തിരയായി പടരും ജലധിയായി പൊഴിയും നിലാവ് പോൽ വിവശനായി. സ്റ്റേജിൽ പാടുമ്പോൾ പലപ്പോഴും ഒരുപാടുണ്ടെങ്കിൽ ഗസലുകളിൽ നിന്ന് തുടങ്ങി പാടണം എന്നൊരാവശ്യം വരാറുണ്ടോ? ഡെഫിനറ്റ്ലി അതെല്ലാം മൂഡാണത്. ഇറ്റ് ഈസ് നോട്ട് സെറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് പിന്നെ ഞാൻ എനിക്ക് ഐ റിമെമ്പർ കൊച്ചിനിലെ ഒരു ഗാനമേള പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ മുനിസിപ്പൽ നല്ല കൂട്ടം 2-3 ഫിലിം സോങ് പാടി. ദേ വാണ്ടഡ് ഓൺലി ഗസൽസ്. പിന്നെ അത് ബാൻഡോടെ തന്നെ ഗസൽ പാടി ഒരു 2 മണിക്കൂർ. അമേസിങ്. ആൻഡ് ആൾ മലയാളികൾ. ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാനത് തെറ്റിക്കുകയാണ്. കാരണം ഹരിഹരൻ എന്ന് പറയുമ്പോൾ ഗസലുകൾ കേൾക്കാതെ ആസ്വാദകർക്ക് പോകാൻ കഴിയില്ല. ഒരു ഗസൽ, ഏതെങ്കിലും ഒരു ഗസൽ. काश ऐसा कोई मंजर होता मेरे कांधे पे तेरा सर होता. काश ऐसा कोई मंजर होता मेरे कांधे पे तेरा सर होता. काश ऐसा कोई मंजर होता. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനിയും മലയാളത്തിലുള്ള പാട്ടുകൾ കൂടി ഞങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.